ഹലോ മച്ചാന്മാരെ, ഇന്ന് നമ്മൾ പുതിയൊരു വർക്കുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന വീട്ടിലാണ് നമുക്ക് കുറച്ച് വർക്ക് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഏരിയയിൽ കുറച്ച് ഷീറ്റ്, പിന്നെ ഈ കാണുന്ന ഷീറ്റ് ഉണ്ടല്ലോ, അതൊരു 1.5 അടി 2 അടിയോളം ഒരു ഹൈറ്റ് കൂട്ടണം. അത് കുറച്ച് സ്ലോപ്പ് കൂടിയോണ്ട് ഫ്രണ്ട് വശം കാണുന്നില്ല. അപ്പോൾ അത് കുറച്ച് പൊക്കാനുണ്ട്. പിന്നെ ചെയ്യേണ്ടത്, നമ്മുടെ പൈപ്പെല്ലാം കൂടെ വന്നിട്ട് മെറ്റീരിയലെല്ലാം ഇറക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കാണുന്ന ഏരിയ ആണ്, ഇവിടെ ഒരു വർക്ക് ഏരിയ ആണ്. അപ്പോൾ അവിടെ കുറച്ച് ഓടിടാനുണ്ട് ഒറ്റക്കുറയിൽ. പിന്നെ അവിടെ ഈ കാണുന്ന ഗ്യാപ്പിലൊരു ഗ്രില്ലും ഒരു ഡോറും ചെയ്യാനുണ്ട്. ഓടെല്ലാം പഴയ ഓടാണ്, ഓടെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഏരിയയിൽ ഫുൾ നീളത്തിൽ അങ്ങ് ഒരു 10 അടിയുടെ ഷീറ്റ് ഫുള്ള് പുറത്തോട്ട് ആഡംബരം ഇടാനാണ് ഇപ്പം നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതും കൂടി ചെയ്യാനുണ്ട്. അത്രയും വർക്കാണ് നമുക്ക് ഈ വീട്ടിലുള്ളത്. അപ്പം അതിനുവേണ്ടി നമ്മൾ മെറ്റീരിയലെല്ലാം ഇറക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ചെറിയൊരു വീടാണ്, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വർക്കുകൾ അപ്പം ആണ് ഉള്ളത്. അപ്പം മഴയൊക്കെ ഉണ്ട്, മഴയുടെ ഗ്യാപ്പ് നോക്കിയിട്ടുള്ള പരിപാടിയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ കാണുന്ന ഏരിയ ഉണ്ട്, ഇതാണ് നമ്മൾ പറഞ്ഞ ഷീറ്റ് ലേശം ഉയർത്തണം എന്ന് പറഞ്ഞത്. കുറച്ച് താന്നു പോയി, അപ്പം ഫ്രണ്ടൊന്നും അങ്ങനെ കാണുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് അവർക്കുണ്ട്. അപ്പം നേരത്തെ ഇട്ട് വെച്ചാണ്, അപ്പം അതൊന്ന് പൊക്കി കൊടുക്കണം. ഇത്രയും വർക്കുകളാണ് നമുക്ക് ഈ വീട്ടിലുള്ളത്. വർക്കെല്ലാം തുടങ്ങി, നമ്മൾ ഒറ്റ ദിവസം കൊണ്ടൊന്നും തീർന്നില്ല. നമ്മളെ വർക്ക് ഇങ്ങനെ ഏകദേശം പകുതിയായിട്ടുണ്ട്. അതിനിടയ്ക്ക് മഴ, കറണ്ട് പോക്ക്, എല്ലാ പ്രശ്നങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ ഏരിയയിൽ തുണി ഉണങ്ങാനും പിന്നെ അവിടെ ഒരു അലക്കലൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പണിയെല്ലാം ഏകദേശം കണ്ടീഷൻ ആയിട്ടുണ്ട്. ഷീറ്റെല്ലാം പകുതി ഇട്ടു, പട്ടികയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് കറണ്ട് പോക്ക്, മഴ, എല്ലാ പ്രശ്നങ്ങളും അനുഭവിച്ചിട്ടുള്ള ഒരു വർക്കായിരുന്നു. ഇനി നമുക്കൊരു ഡോറും അതിൻ്റെ ഗ്രിൽസും അടിക്കാനുണ്ട്. പിന്നെ ഫ്രണ്ട് വശത്തെ ഷീറ്റിൻ്റെ പണിയൊന്നും ആയില്ല. മഴയാണ് മെയിനായിട്ടുള്ള വില്ലനായിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുള്ളും മഴ തന്നെ, മഴയും കറണ്ട് പോക്കും തന്നെ. അപ്പം ഏകദേശം ഈ കണ്ടീഷനിൽ ആയിട്ടുണ്ട്. ഇത്രയും അപ്പം ഇതൊക്കെ നമ്മളെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നം ആണ് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നത്. വലിയ വീടുകളൊക്കെ ആകുമ്പോൾ ഓട് കാര്യങ്ങൾ, ടോപ്പ് റൂഫിങ് എല്ലാം വരും. ഇത് നമ്മളെ പോലുള്ള സാധാരണക്കാരൻ്റെ വീട്. അപ്പം ഒരു വർക്ക് ഏരിയ, സൈഡിൽ ഷീറ്റ്, ഫ്രണ്ടിൽ കുറച്ച് ഷീറ്റ് ഇടുന്നു. പിന്നെ വലിയ വീടുകൾക്കൊന്നും ഇതുപോലെയുള്ള ഫ്രണ്ടിലൊന്നും ഷീറ്റ് ഇടുമല്ലോ ആരും. അപ്പം ഇതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടി നമ്മൾ സമീപിക്കാം. നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാരണം ഈ ഫ്രണ്ട് വശത്തോട്ട് നമ്മൾ പറഞ്ഞെടുത്തുനിന്ന് കുറച്ചും കൂടി കൂട്ടി ഷീറ്റ് ഇട്ടു. പിന്നെ ആ ഒരു സൈഡിലോട്ടും കൂടി, പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ കുറച്ച് ഒരു 5 അടി ഷീറ്റ് ഇട്ടിട്ടുണ്ട്, ആ സിറ്റൗട്ടിലോട്ട് വെള്ളം തെറിക്കാതിരിക്കാൻ. അപ്പോൾ അതിന് ശേഷം കോടിയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഓടും നിരത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഓടെല്ലാം ഇവർ കഴുകി വെച്ചിട്ടുണ്ട്. അതിനപ്പം പെയിന്റ് അടിക്കാനൊന്നും പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ ആണെങ്കിൽ പെയിന്റ് അടി ഒഴിവാക്കിയിട്ട് നമ്മൾ ഓടിടുകയെന്ന് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മലയോര പ്രദേശത്തുള്ള ഇതാണ് മലകളെല്ലാം കാണാൻ പറ്റുന്നൊരു കാഴ്ച, നല്ലൊരു വ്യൂ ഉള്ളൊരു വീടാണ്. വർക്ക് ഏരിയയുടെ ഡോറും പിന്നെ നെറ്റും അടിയിലെ ഷീറ്റും വെച്ചിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി തേച്ചൊക്കെ കഴിയുമ്പോൾ സൈഡ് ഗ്യാപ്പൊക്കെ പോകും. അതുപോലെ ഗ്രില്ലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി തേപ്പിൻ്റെ പണികളൊക്കെ ഉണ്ട്. അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വർക്ക്, പ്രാവശ്യത്തെ വർക്ക്.